ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ടിപ്പ് എന്ന് നിങ്ങൾ കണ്ടു നോക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. നമ്മുടെ വീടുകളിൽ പെറ്റുപെരുകി വരുന്ന പല്ലി, പാറ്റ, എലീനയെല്ലാം തുരത്താനായിട്ട് അടിപൊളിയായിട്ടുള്ള ടിപ്പാണ് കേട്ടോ. ഇത് യൂട്യൂബിൽ ആദ്യമായിട്ടാണ്. ഇത് സെല്ലോ ടിപ്പും കൊണ്ടുള്ള ഈ ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് എടുക്കേണ്ടത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് മെയിനായിട്ട് എടുക്കുന്നത് ഇത് കണ്ടില്ലേ, നമ്മുടെ കടുകാണ്. ഈ കടുക് കൊണ്ടാണ് ഇന്നത്തെ ഈ ടിപ്പ് ചെയ്യുന്നത്. നല്ല അടിപൊളി റിസൾട്ട് തരുന്ന ഇതാണ് ഈ കടുക് കൊണ്ടുള്ള ഒരു ടിപ്പ് കേട്ടോ. അപ്പം നിങ്ങൾ ആരും ഇത് ചെയ്ത് നോക്കി കാണത്തില്ല. നമുക്ക് ഈ ടിപ്പ് ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ എൻ്റെ ചാനലിൽ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, കൊതുകിനെ തുരത്തുന്നതിന്. അപ്പോൾ നമുക്ക് കൊതുകിനെ തുരത്താനും അതുപോലെ എലി, പല്ലി, പാറ്റാനെയൊക്കെ തുരത്താൻ നല്ല സൂപ്പർ ഒരു സാധനമാണ് കേട്ടോ ഈ കടുക്. ഈ കടുക് നമുക്ക് ഇങ്ങനെയല്ല എടുക്കേണ്ട. നമുക്കൊരു ഒന്ന് മിക്സിയുടെ ജാറയിൽ അല്ലെങ്കിൽ കല്ലിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എടുത്തതിന് ശേഷമാണ് നമുക്ക് യൂസ് ചെയ്യാൻ. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്നത് വെള്ളത്തിലോ ഒന്നുമല്ല, വെറൈറ്റി ഒരു ഇതിലാണ് കേട്ടോ, നമ്മുടെ സെല്ലോ ടേപ്പിലാണ്. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. പിന്നെ ഇതുപോലെ ഒരു ഇടുകല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഇടുകല്ലിലേക്ക് ഇട്ടാണ് ഞാൻ കൃഷി ചെയ്തെടുക്കുന്നത്. അപ്പം ജസ്റ്റ് നമ്മളൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ നമ്മൾ ഒത്തിരി കുത്തി ചതയ്ക്കാതെ, കുത്തി ചതയ്ക്കുമ്പോൾ തെറിച്ച് പോകാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ ഈ ആട്ടുന്ന രീതിയിലൊന്ന് ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ തന്നെ ഇത് നല്ലപോലെ പൊടിഞ്ഞു വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കൃഷി ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിപ്പോൾ തന്നെ നമ്മുടെ ഈ കടുകിനൊരു പച്ച മണമാണ്. കടുക് ഇങ്ങനെ ചതയ്ക്കുമ്പോൾ ഒരു മണം വരും. അപ്പോൾ അത് കറി ഇങ്ങനെ വെക്കാൻ നമ്മൾ പച്ചടി അങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടി കടുക് ഇങ്ങനെ ചതച്ചിലെടുക്കാറില്ല. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ കടുക് നമ്മളിങ്ങനെ ഇടിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു മണമാണ്. അപ്പോൾ ഈ കടുക് കൊണ്ട് നമുക്ക് കറികൾക്ക് ഉപയോഗിക്കാൻ ഇങ്ങനെ എടുക്കുന്നത് നല്ലതാണ്. പക്ഷെങ്കിൽ നമ്മൾ ഈ കൊതുകിനെ ഓടിക്കാനാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിരാതിലോ അല്ലെങ്കിൽ നമുക്ക് ചെറിയ സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ, കുഴിയുള്ള പാത്രങ്ങളിൽ ചെറിയ മൺപാത്രങ്ങളുണ്ടെങ്കിലൊക്കെ അതിൽ എണ്ണയോ കടുകെണ്ണയോ ഏതെണ്ണയാണെങ്കിലും അല്ലെങ്കിൽ വേപ്പെണ്ണയോ ഒക്കെ ഒഴിച്ചിട്ട് തീയിട്ട് കത്തിച്ച് സന്ധ്യ സമയത്ത് വെക്കുവാണെങ്കിൽ കൊതുക് വീടിൻ്റെ പരിസരങ്ങളിൽ വരത്തില്ല കേട്ടോ. നല്ലൊരു ടിപ്പാണ്. അത് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ വളരെ യൂസ്ഫുൾ ആകും ഇതിപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ട, സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൊണ്ട് എങ്ങനെ പല്ലീനെയും പാറ്റാനെയും ഒക്കെ ഓടിക്കാൻ പറ്റും, എലിയൊക്കെ ഓടിക്കാൻ പറ്റുന്നതോട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചതച്ച നമ്മുടെ കടുക് വെക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഇതുപോലത്തെ സെല്ലോ ടേപ്പാണ്. ഇതിൽ നല്ല വീതിയുള്ള സെല്ലോ ടേപ്പ് നിങ്ങളുടെ കയ്യിലുണ്ട്, എടുക്കുക. ഇപ്പോൾ ഞാൻ ഈ ഒരു വീതിക്കുള്ളതാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് ആവശ്യമനുസരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ രണ്ട് ഭാഗവും ഒന്ന് മടക്കി ഒട്ടിക്കുന്ന രീതിയിൽ കുറച്ചൊന്ന് എടുത്തിട്ട് വേണം, നടുഭാഗത്തായിട്ട് വേണം നമ്മൾക്ക് ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കാൻ. അതായത് ഇതേ രീതിയിൽ വേണം മിക്സ് ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ 3 ഇതിൽ ഞാൻ ഇതേ രീതിയിൽ ആ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാര്യം നമ്മുടെ കടുക് മാത്രമാണ്. ഇതിപ്പോൾ ഞാൻ ഒട്ടിച്ച് വെക്കുന്നത് ജനലിൻ്റെ വാതിലിലും അതുപോലെ തന്നെ നമ്മുടെ അലമാരിയുടെ സൈഡിലും അലമാരിക്കകത്തുമാണ് ചെയ്യുന്നത്. കാര്യം ജനലിൻ്റെ വാതിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുവാണെങ്കിൽ കൊതുക് വരത്തില്ല. ജനൽ തുറന്നിട്ട് നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും കേട്ടോ. ജനൽ വാതിൽ കൊതുക് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഇതിൻ്റെ മണവും ഇതിരിക്കുന്ന കാണുമ്പോൾ അതിൽ വന്നിരിക്കും കൊതുകൊക്കെ. അപ്പോൾ അങ്ങനെ കൊതുക് നമ്മുടെ വീടിനുള്ളിലേക്ക് കയറത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ അലമാരയുടെ പിറകിലോ നമ്മുടെ ഭിത്തിയിലോ ഒട്ടിച്ച് വെക്കുവാണെങ്കിൽ പല്ലിയും പാറ്റ ഒന്നും ആ വഴിയൊന്നും വരുത്തൊന്നുമില്ല. ഇപ്പോൾ അലമാരയുടെ പിറകിനെ ഒട്ടിച്ച് വെക്കുന്ന അലമാരയുടെ പിറകിലായിട്ടാണ് ഈ പാറ്റയുടെ പല്ലിയുടെ ശല്യം എനിക്ക് ഭയങ്കര കൂടുതൽ. അതാണ് ഞാൻ അലമാരയുടെ പിറകിൽ ഒട്ടിച്ച് വെക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അലമാരിക്കകത്തും പാറ്റ ശല്യമുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം, എങ്ങനെ അത് ഒട്ടിച്ച് വെക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് 3 ഇതേ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് നമുക്കിത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒട്ടിപ്പിടിക്കും. ഈ ഒട്ടിപ്പിടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒട്ടി ഇരിക്കും നമ്മുടെ ഇതിലേക്ക് പാറ്റ കയറും. പാറ്റ ഈ ഒരു സ്റ്റിക്കറിൽ ഒട്ടിയിരിക്കും. അപ്പോൾ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും ഒട്ടിയിരിക്കുന്നത്. അതിന് വേണ്ടിയാണ് ഇതിൽ തന്നെ വെച്ചിരിക്കുന്നതും. അത് മാത്രമല്ല ഇതിങ്ങനെ ഒട്ടിയിരുന്നോളൂ, അല്ലെങ്കിൽ ഭിത്തിയിലൊക്കെ ഒട്ടി വെക്കുമ്പോഴത്തേക്ക് താഴെ പോകാത്ത രീതിയിൽ ഈ സ്റ്റിക്കറിൽ ഈ കടുക് കൃഷി ചെയ്തത് അങ്ങനെ തന്നെ ഒട്ടിയിരുന്നോളൂ. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജനലിൻ്റെ പടിയിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതേ രീതിയിൽ ഒട്ടിയിരുന്നോളൂ.
അപ്പോൾ ജനൽ തുറന്നിട്ടാണെങ്കിലും നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. കൊതുക് വീടിൻ്റെ ഉള്ളിൽ കയറത്തേ ഇല്ല, വീടിൻ്റെ പരിസരത്ത് പോലും കൊതുക് കാണത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ചിരാതെടുത്തിട്ട് ഇതിൻ്റെ പൊടി ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയോ നമ്മൾ ഏതെണ്ണയാണ് വേപ്പെണ്ണയോ ഒഴിച്ചതിന് ശേഷം തിരിയിട്ട് സന്ധ്യാസമയങ്ങളിൽ ഒന്ന് കത്തിച്ച് വെച്ചാൽ മാത്രം മതി. ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് കൊതുകൊക്കെ വീടിനുള്ളിൽ നിന്നും പരിസരങ്ങളിൽ തന്നെ പൊക്കോളും കേട്ടോ. പക്ഷേ എനിക്ക് സിമ്പിളായിട്ട് ഇതാണ് തോന്നിയത്. അതുപോലെ തന്നെ അലമാരിയുടെ പുറകിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് പല്ലിയും പാറ്റ ഒന്നും നമ്മുടെ അലമാരിക്കകത്തുള്ളിലേക്ക് കയറത്തില്ല. ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇനി അടുത്തത് അലമാരിക്കുള്ളിലാണ് ഞാൻ വെക്കുന്നത്. കാര്യം പാറ്റ ഒക്കെ കയറി അതിൻ്റെ അകത്ത് പാറ്റ കഷ്ണങ്ങൾ കിടക്കണം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടില്ലേ, പാറ്റ കയറിയിട്ട് കണ്ടില്ലേ, പാറ്റ കഷ്ണം മുഴുവനും കിടപ്പുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ബേസ് ബോർഡ് പെട്ടികളും പാത്രങ്ങളും ഒക്കെ ഇങ്ങനെ നമ്മൾ പുതിയ എടുക്കാത്ത പാത്രങ്ങളൊക്കെ ഇങ്ങനെ ബേസ് ബോർഡ് സൈഡ് നമ്മുടെ അലമാരിക്കകത്ത് വെക്കുമ്പോൾ ഈ പാറ്റ ശല്യം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, അപ്പോൾ ആ ഒരു പെട്ടിയുടെ മുകൾ സൈഡ് വശത്തായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും, 100% റിസൾട്ട് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നല്ലതാണ്. ഒരുപാട് കഷ്ടപ്പാടോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഈ സെല്ലോ ടേപ്പിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാവുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ആക്കിയിട്ടാണെങ്കിൽ ഇങ്ങനെ നല്ല വിനാഗിരി വെള്ളത്തിൽ നമ്മുടെ ഈ കടുക് ഒന്ന് ക്രഷ് ചെയ്തിട്ടതിന് ശേഷം അത് അരിച്ചെടുത്ത് സ്പ്രേ ആയിട്ട് ചെയ്താലും മതി. ഇങ്ങനെ ഒന്നും പാടുപെടേണ്ട, ഈ സെല്ലോ ടേപ്പിൽ മാത്രം ഇങ്ങനെ ചെയ്താലും നമുക്ക് റിസൾട്ട് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതിപ്പോൾ കട്ടിയുള്ളൊരു സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പേപ്പറാണ്. നിങ്ങൾക്ക് ബേസ് ബോർഡിൻ്റെ കഷ്ടമാണെങ്കിൽ എടുക്കാം കേട്ടോ. എന്നിട്ട് ഈ സെല്ലോ ടേപ്പ് നമുക്ക് ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക, എല്ലായിടത്തും ഒട്ടിച്ച് കൊടുക്കുക. പശ വരുന്ന ഭാഗം മുകളിലായിരിക്കണം കേട്ടോ. നമുക്ക് ഈ ഒരു സാധനം ഇത് തേച്ചിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിൽ വരുന്ന ഏത് ഭാഗത്താണോ അവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ്, എലി പല്ലി അതുപോലെ പാറ്റ ഇതൊക്കെ വരുന്ന ഏത് ഭാഗത്താണോ അവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ സെല്ലോ ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മെയിനായിട്ടൊരു സാധനം ചേർത്ത് കൊടുക്കണം. അതായത് നമ്മുടെ ഈ മൂവ് ഇല്ലെങ്കിൽ നമ്മുടെ കടുകിൻ്റെ ക്രഷ് ഇരുന്നില്ലേ, അതിലേക്ക് മൂവ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ടൈഗർ ബാമോ വിക്സോ എന്താണോ വീട്ടിലുള്ള അത് നിങ്ങൾക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. വേറൊന്നിൻ്റെ ആവശ്യമില്ല. ഈ 2 സൂത്രം മാത്രം മതി കേട്ടോ. എന്നിട്ട് ഇത് ഒന്നിട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് കണ്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് ഇതിലേക്ക് തേച്ച് കൊടുക്കുക. അത് വെച്ച് കുറച്ച് തേച്ച് കൊടുത്താൽ മതി. ഈ പാറ്റായും പല്ലിയൊക്കെ വന്നിരിക്കുമ്പോൾ തന്നെ ഇതിലിങ്ങനെ പാറ്റായും പല്ലി ഒട്ടിയിരിക്കുകയും ചെയ്യും. ഇത് വയറ്റിൽ പോയി കഴിയുമ്പോൾ ഇത് ഭയങ്കര ഗ്യാസ് അല്ലേ, അപ്പോൾ അത് ഗ്യാസ് കാരണം ഒരു വയറ് വീർക്കുകയും അങ്ങനെ ചത്തു പൊക്കോളും ചെയ്തോളും കേട്ടോ. അപ്പോൾ അവിടെ ഒട്ടി അവിടെ തന്നെ ഇരുന്നോളും. നമുക്ക് രാവിലെ എണീക്കുമ്പോൾ കാണാനും കൂടെ പറ്റും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അതുപോലെ എല്ലാം തേച്ച് കൊടുക്കുന്നത് ഭയങ്കര ഒരു ഗ്യാസാണ്. ഇന്ന കാര്യം നമ്മുടെ മൂവിന് ഭയങ്കര എഫക്റ്റ് കൂടുതലാണ്. അപ്പോൾ കടുകിൻ്റെ ഇതും ഈ മൂവിൻ്റെ ഇതും കൂടെ വയറ്റിൽ ചെല്ലുമ്പോൾ അതിൻ്റെ വയറങ്ങ് വീർത്തിരുന്നോളും. അപ്പോൾ അതൊക്കെ അങ്ങനെ ചത്തു പൊക്കോളും. അപ്പോൾ നിങ്ങൾ അതുകൂടൊന്ന് ചെയ്ത് നോക്കും. വളരെ നല്ലൊരു ടിപ്പാണ്. പിന്നെ ഞാൻ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഈ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിൽ ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ചെറിയൊരു മധുരത്തിനും ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പഞ്ചസാര പൊടി ഇട്ട് കൊടുക്കുക. കാര്യം നമുക്ക് ഇതുങ്ങളെ ആകർഷിക്കാൻ വേണ്ടി, പാറ്റാനെയൊക്കെ ആകർഷിക്കാൻ വേണ്ടി പഞ്ചസാര പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പം ഞാൻ പഞ്ചസാര പൊടിക്ക് ഇതിന് പകരം നമ്മുടെ ബോറിക് ആസിഡ് ഉണ്ടല്ലോ എല്ലാവരും വീട്ടിൽ, അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ, ഇതെന്താണെങ്കിലും നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിൽ വരുന്ന ഏത് ഭാഗമാണോ അവിടേക്ക് ഇത് വെച്ച് കൊടുക്കുക. നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ വീടുകളിൽ എവിടെയാണ് തട്ടിൻ്റെ പുറത്താണേലും ഒക്കെ നമുക്ക് വെച്ച് കൊടുക്കാനുള്ളൂ. പിന്നെ പൂച്ച അതുപോലെ അതിനെ കോഴിയൊക്കെ ഉള്ളിടത്ത് തറയിലൊന്നും വെക്കല്ല. കുട്ടികളുടെ കൈ എത്തുന്നിടത്തൊന്നും വെക്കരുത്. കൊതുങ്ങളെല്ലാം പിടിച്ചിട്ടിട്ട്, അതായത് പിന്നെ കോഴികളെയും പൂച്ചക്കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചിട്ടതിന് ശേഷം മാത്രം സന്ധ്യാസമയങ്ങളിൽ ഇത് വെക്കാവുള്ളൂ. ഇത് നമുക്ക് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ വെക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.